എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്താ ഈ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നടക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഈ വീഡിയോയിൽ കാണുന്ന അത്രയും ഇരുട്ടില്ല കേട്ടോ. നമുക്ക് കാണാനുള്ള വെളിച്ചം ഉണ്ടായിന്. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ഇരുട്ട് കുറഞ്ഞതാണ്, വെളിച്ചം കുറഞ്ഞതാണ്. അങ്ങനെ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും രാവിലെ എണീക്കുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇത്ര രാവിലെ എണീക്കലുള്ളൂ കേട്ടോ. അപ്പോൾ സമയം 6 മണി ആയതേ ഉള്ളൂ. 6 മണിക്ക് എണീറ്റ് ഒന്ന് ഫ്രഷായിട്ട് താഴേക്ക് വന്നതാണ്. രാവിലെ എണീക്കാൻ വേണ്ടിയിട്ടൊരു കാരണമുണ്ട്, അത് പറയാം കുറച്ച് കഴിയുമ്പോൾ. അപ്പം എണീറ്റ് അപ്പം അച്ഛനും അമ്മയും എണീറ്റിട്ട് ജസ്റ്റ് വെറുതെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിന്. അപ്പം ഞാൻ വന്നപ്പം അവരും കൂടെ എണീറ്റ് വന്ന് 6:10 ആയിട്ടുണ്ട് സമയം. വേഗം കുളിച്ച് ഫ്രഷായിട്ട് റെഡി ആവണം. ഗുഡ് മോർണിംഗ്. എണീറ്റ് വന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയിട്ട് വന്നതാണ്. പല്ല് തേക്കണം, കുളിക്കണം. ഒരു സ്ഥലം വരെ പോകാനുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, ഏട്ടനും തക്കുടുമല്ലോ. ഒച്ചെല്ലാം പുറത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ വേഗം റെഡി ആവട്ടെ. ഉച്ചയ്ക്ക് എണീക്കുമ്പോഴേക്ക് കുറച്ചൊന്ന് റെഡി ആവണം, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും. അപ്പോൾ വേഗം റെഡി ആയിട്ട് കാണാം. അമ്മേൻ്റെ പൊന്ന് വേഗം എണീച്ച. ഇന്ന് രാവിലെ എണീറ്റ ഞാൻ അമ്മൻ്റെ മുത്ത് വേഗം വെള്ളം വെച്ച് കുളിച്ച് ചൂടുവെള്ളത്തിലാണേ കുളിച്ച്. തണുത്ത വെള്ളത്തിൽ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. അപ്പോൾ നിച്ചൂട്ടിനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ നിച്ചൂട്ടിക്ക് പൗച്ച് എടുത്ത് കൊടുത്തിട്ട് നിച്ചൂട്ടിക്ക് മേച്ചായിട്ടുള്ള പിങ്ക് സാധനങ്ങളെല്ലാം കാണുന്നത് എടുത്ത് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിങ്ക് മാല, വള എല്ലാം എടുത്ത് വെച്ച് സെറ്റ് ആക്കിക്കോ മോക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിതാ പിങ്കി പോങ്കി ആയിട്ട് അവിടെ സാരിയെല്ലാം എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. പിങ്ക് സാരി ഇത് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോയിലും, ഒരു ലൈവ് വന്നപ്പോൾ ഇട്ടിട്ടുള്ള ഒരു സാരിയാണ്. നിങ്ങൾക്ക് കുറേ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ലിങ്ക് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിന്. പക്ഷേ ലിങ്കൊന്നും നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മുടെ പഞ്ചായത്തിനുള്ള സാനിയ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അമ്മ എടുത്തു ഒരു തവണ. ഞാനിങ്ങനെ എപ്പോഴെങ്കിലും ഇടയ്ക്ക് കൊടുക്കും, ബാക്കി അമ്മ കൊടുക്കും. ഈ റെഡിമെയ്ഡ് ബ്ലൗസ് ആയതുകൊണ്ട് അതും ഉപകാരമാണ്. ഇത് അമ്മക്കും ഭാഗമാണ്, എനിക്കും ഭാഗമാണ്. എനിക്കിങ്ങനെ നിൽക്കും. കുറച്ച് ഇത് വെലിഞ്ഞ ബനിയൻ ടൈപ്പല്ലേ, അതുകൊണ്ട് വെലിഞ്ഞാൽ അമ്മക്കും കറക്റ്റ് ആയിക്കോളും. അതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരുങ്ങുന്നുണ്ട്. മേക്കപ്പ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഇപ്പം മേക്കപ്പ് ചെയ്യാനുള്ള എനിക്ക് ഭയങ്കര മടിയാണ്. ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സാധാരണ ചെയ്യലില്ലൂ, പക്ഷെ ഇപ്പം ഭയങ്കര മടിയാണ്. ജസ്റ്റ് ഒരു സൺസ്ക്രീനും ഇട്ടൊരു പൗഡറും ഇടും, കണ്ണെഴുതും, അത്രയും മെയിനായിട്ട് ചെയ്യലുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവുമെന്ന്. എന്നിട്ട് നിച്ചൂട്ടീനെയും കൂടെ റെഡിയാക്കണം. നിച്ചൂട്ടീനെ റെഡിയാക്കലാണ് ടാസ്ക്. എന്ന് വെച്ചാൽ മൂടുണ്ടെങ്കിൽ വൃത്തി ഇരുന്ന് തരും, അല്ലാത്ത സമയത്ത് ഭയങ്കര പാടാണ്. നിച്ചൂട്ടി ഇരുന്ന് തരുവേ ഇല്ല. അപ്പോൾ നിച്ചൂട്ടി ഓരോന്ന് പിങ്ക് കറക്റ്റായിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലതെല്ലാം മാല വാങ്ങിച്ചത് നൂലിൻ്റെ മാലയായിരിക്കൂലേ, ഇങ്ങനെ ആ കണ്ണിയിൽ കെട്ടാണ്ട് നൂലിൽ കെട്ടൂലേ, അതെനിക്ക് ഭയങ്കര പേടിയാണ്. അഥവാ പൊട്ടു ആരും ചെയ്താൽ വായിലെല്ലാം പോവില്ലേ കടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ നൂലിൻ്റെ മാല ഞാൻ പരമാവധി ഇട്ട് കൊടുക്കില്ല. ഷോർട്ട് ഡിസ്റ്റൻസിൽ ഞാനും കൂടെ പോകുന്ന കേസിൽ അങ്ങനെയല്ലേ ഇട്ട് കൊടുക്കല്ലോ. അതുകൊണ്ട് ആ മാല വേണ്ട, വേറെ ഇടാന്നെല്ലാം മറ്റും ഞാൻ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ വേഗം പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ, നിച്ചൂട്ടിനെ റെഡിയാക്കട്ടെ, എന്നിട്ട് നമുക്ക് പോകുമ്പോൾ കാണാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. പിങ്കി പോങ്കി ആയിട്ടുണ്ട്. എല്ലാവരും റെഡിയായി വരുന്നുണ്ട്. ഇത് നമ്മൾ ഇറങ്ങട്ടെ. പറശ്ശിനിക്കടവിലേക്കാണ് കേട്ടോ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഊഹിച്ചിട്ടുണ്ടാവും നമ്മളെല്ലാവരും കൂടി രാവിലെ എണീച്ച അമ്പലത്തിൽ പറയുമ്പോൾ പറശ്ശിനിലേക്കായിരിക്കും. ഇതാ സാരിയെല്ലാം എടുത്ത് റെഡിയായി. ഇനി ഇറങ്ങട്ടെ എന്ന് വെച്ച് കാണാം. എല്ലാവരും കൂടെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവർ എറണാകുളത്തേക്ക് പോയേ പിന്നെ ഇവർ വന്നിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ണൂർ പോക്കും എല്ലാം കുറവല്ലേ. പണ്ട് പിന്നെ ഇടക്കിടക്ക് പോലില്ലേ. അപ്പോൾ ഇപ്പം പിന്നെ എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പറ്റുന്ന സ്ഥലത്ത് അങ്ങനെ പോകാൻ നോക്കലുണ്ട്. അപ്പോൾ ഇപ്പം ഇന്ന് ഏതായാലും പറശ്ശിനിയിൽ എല്ലാവരും കൂടി ഉള്ള സ്ഥിതിക്ക് പോകാമെന്ന് വെച്ചു. അച്ഛനും അമ്മയും ഓൾറെഡി സൺഡേ പോകാമെന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഉണ്ടായത്. അപ്പം ഇവരും കൂടി ഉള്ള സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പെട്ടെന്ന് പ്ലാൻ മാറ്റിയത്. നിച്ചൂട്ടിനെ കണ്ടില്ലേ, ഒന്നും ഒരുക്കാൻ വിട്ടിട്ടില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്, ഒരുക്കാനൊന്നും വിട്ടിട്ടില്ല. മുടിയെല്ലാം അങ്ങനെ തന്നെയുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് വേണം ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ. സുന്ദരിയായിരുന്നു. അതിന്റെ മോളെ അവിടെ എത്തുമ്പോ ഹെയർ ബാൻഡ് എല്ലാം വെക്കും. നീ നീ തുടങ്ങാൻ കാരണം ആടുന്നു. നിച്ചൂട്ടീനെയും രാവിലെ തന്നെ എണീപ്പിച്ചില്ല. ഇന്നലെ ഉറങ്ങാനും നല്ലോണം ലേറ്റ് ആയിട്ടാ. 11 മണി 11:30 ആയിട്ടുണ്ടായിന്. അപ്പോൾ 6 മണിക്ക് ആകുമ്പോഴേക്കും എണീക്കുകയും ചെയ്തു. അതുകൊണ്ട് നല്ല ഉറക്കച്ചടവുണ്ട്. അതാണ് ഇങ്ങനെ കണ്ണെല്ലാം തിരുമ്മിയിട്ട് അമ്മേൻ്റെ മടിയിലിരിക്കണം എന്നെല്ലാം മറ്റേ മടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഉറങ്ങുന്നുമില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, അതുകൊണ്ട് ഉറങ്ങുന്നില്ല. അമ്മ ഇവർ വർത്താനം പറഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പരാതി പറയുന്നുണ്ടായത്. നല്ല തിരക്ക് റോഡിൽ രാവിലെ തന്നെ, അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായത്.
അപ്പോൾ വണ്ടിയെല്ലാം ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു ഈശ്വര പറശ്ശിനിയിലേക്ക് തന്നെയാണ് എല്ലാവരും പോകുന്നത്. നമ്മളെ മുന്നിലെല്ലാം കുറേ കാറുകളുണ്ട് ഇങ്ങനെ പറശ്ശിനിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോഴേക്ക് കൺഫേം ആക്കി. കാരണം നോർമലി നമ്മൾ പറശ്ശിനീൻ്റെ അവിടെ തന്നെയാണ് പാർക്ക് ചെയ്തിട്ട് നടക്കൽ. അവിടെ പാർക്കിംഗ് ഇല്ല. ഇങ്ങനെ തിരിച്ചു വിടുന്നുണ്ട് വണ്ടിയെല്ലാം വേറെ സ്ഥലത്തേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പാർക്കിംഗ് ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ 3 ആളും ഇതാ തരുണി മണികളായിട്ട്, 3 ആളും അല്ല ഇച്ചുട്ടി അടക്കം 4 ആൾ തരുണി മണികളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അഗിയേട്ടൻ്റെ മുട്ടയിൽ വെയിലടിക്കുമ്പോൾ തിളങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കി പോകുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ നേരെ നടന്നിട്ട് പോവുമെന്ന്. വണ്ടിയെല്ലാം കണ്ടില്ല, നിറച്ചു അവിടെ ഇവിടെ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കാണ്. ഏതായാലും സാരിയെല്ലാം എടുത്ത് അമ്പലത്തിൽ പോകുന്നതല്ലേ, എന്നാൽ പിന്നെ മുല്ലപ്പൂ അടക്കം വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നിച്ചുട്ടിയും തലയിൽ ഇങ്ങനെ മുല്ലപ്പൂലും വെച്ചിട്ടുണ്ട്. ഞാനും തക്കടവും വെച്ചു. ഹാഫ് ആക്കിയിട്ട് കുറച്ച് മേടിച്ചിട്ട് 3 മുളം മേടിച്ചിട്ട് നമ്മളിങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം സ്ലൈഡ് വരുമ്പം തന്നെ എടുത്തിട്ടുണ്ട്, അതിനോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ ഷോപ്പിൽ നിന്ന് മേടിക്കുക ചെയ്യലും എപ്പോഴും. അപ്പോൾ ഇപ്രാവശ്യം വരുമ്പം തന്നെ എടുത്തതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നേരെ പോവാന്ന്. നല്ല തിരക്കാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് പിന്നെ പറയേ വേണ്ട, അടുക്കാൻ പറ്റുന്നില്ല. പിന്നെ വൃശ്ചിക മാസം തുടങ്ങി, സംക്രമം കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ മണ്ഡലകാലമാണ്, കുറേ സ്വാമിമാരുണ്ട്, ദൂരത്ത് നിന്ന് വരുന്നവരൊക്കെ ഉണ്ടാവും സൺഡേ ആകുമ്പം. അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. എനിക്ക് ഈ പറശ്ശിനിയിൽ ഇത്രയും തിരക്കുള്ള സമയത്ത് പോകുമ്പോൾ അത്ര ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂളായിട്ട് ഇങ്ങനെ കാമാൻ ക്വയറ്റായിട്ട് പ്രാർത്ഥിച്ച് വരാൻ അങ്ങനെ ഒരു അന്തരീക്ഷമല്ലേ ഇഷ്ടമുണ്ടാവുക. ഇത് വേറൊരു വൈബാണ്, അത് വേറെ കാര്യം. അങ്ങനെ ജസ്റ്റ് തൊഴുത്. മുത്തപ്പനും തിരുവപ്പനും ഉണ്ടായിട്ടില്ല കേട്ടോ അന്ന്. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായതിനെ തോന്നുന്നുണ്ട് അന്ന്. അപ്പോൾ കുറിയൊക്കെ എടുത്ത് ബസ്മുണ്ടാവുമല്ലോ, ബസ്മെല്ലാം എടുത്ത് എല്ലാവർക്കും വെച്ച് കൊടുത്ത് നല്ല തിരക്കുണ്ടാവും. മുന്നിൽ നിന്ന് തൊഴാൻ വേണ്ടിയിട്ട് പറ്റുന്നേ ഇല്ല. അങ്ങോട്ടേക്ക് പിന്നെ ഇടയിലേക്കൂടെ ഇടിച്ച് കയറി പോകാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പോയില്ല. അവിടെ സീറ്റ് ഉള്ളതുകൊണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു നല്ല സുഖമാണ് കേട്ടോ. പറശ്ശിനി പോയിട്ട് പ്രാർത്ഥിച്ച ശേഷം അവിടെ ഇരിക്കാൻ. അപ്പോൾ അച്ഛനും അമ്മയും ആദ്യമേ സ്ഥലം പിടിച്ചിട്ടുണ്ടായിന് ആടെ. ബാക്കി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ ഇരുന്നിട്ട് കുറേ നേരം ഇങ്ങനെ വർത്തമാനം പറയലും ഫോട്ടോ എടുക്കലും അങ്ങനെയെല്ലാം ആയിട്ടുണ്ട്. അപ്പം കുറച്ച് ഇന്ന് രാത്രി ഇവർക്ക് പോകണം, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഇന്നും കൂടെ ഉള്ളൂ. ആ 2-3 ദിവസത്തേക്കെല്ലാം വന്നു കഴിഞ്ഞാൽ വേഗം അങ്ങ് സമയം പോകുമല്ലോ. രാവിലെ തന്നെ ആണെങ്കിലും നല്ല വെയിലുണ്ടായിന്. പുറത്തെല്ലാം ഇറങ്ങുമ്പോഴേക്ക് ആ പുഴേൻ്റെ അടുത്തെല്ലാം പോകുമ്പോഴേക്ക് നല്ല ചൂട് ഇങ്ങനെ അടിക്കുന്നുണ്ടായിന് മുഖത്തേക്ക് തന്നെ. പറശ്ശിനിയിൽ വന്നാൽ പണ്ടേ മെയിനായിട്ട് ചന്ത കാണലാണ് കേട്ടോ ഒരരങ്ങ്. അത് നമ്മൾ കുഞ്ഞതുണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട്. ഇപ്പം പിന്നെ എല്ലാം നിച്ചൂട്ടിക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും കൺസെപ്റ്റ്. അപ്പോൾ ബോംബെ വെളിച്ചം വാക്ക് കൊടുത്തിട്ടുണ്ടായിന് നിച്ചൂട്ടിക്ക് ഒരു ചെണ്ട വാങ്ങിത്തരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെളിച്ചം വന്നപ്പോഴേ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെ വലിയ ചെണ്ടയൊന്നും മേടിക്കേണ്ട, ഓളെ കയ്യിൽ ഒതുങ്ങുന്നതേ വേണ്ടൂ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് വെളിച്ചനോട്. അതുകൊണ്ട് ഒരു കുഞ്ഞു ചെണ്ട മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുഞ്ഞു ചെണ്ട നിച്ചുട്ടിക്ക് കറക്റ്റായിട്ട് സൈസിലുള്ളത് സെലക്ട് ചെയ്തു. എനിക്ക് കമ്മൽ മേടിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര മടി, നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയാവുന്നു. ഒന്നാമത് കുറച്ച് ക്ഷീണമായി, രാവിലെ എണീച്ച് അങ്ങനെ പോയതല്ലേ. അതുകൊണ്ട് കുറച്ച് ക്ഷീണമായതുകൊണ്ട് കമ്മൽ ഇഷ്ടം പോലെ ഉണ്ട്, സെലക്ട് ചെയ്യാനുള്ള മടി കൊണ്ട് സെലക്ട് ചെയ്തിട്ടാണ്. അമ്മക്ക് വേണ്ടിയിട്ട് ഇത് അമ്മ ഒരു സാധനം മേടിക്കുന്നുണ്ട്, ഇങ്ങനെ മാതാ ചൊറിയാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഈ സാധനം പണ്ട് ഞാൻ കാണുമ്പോൾ വിചാരിക്കലുണ്ട് ഇത് എന്തിനാണെന്ന് ഉമ്മാന്ന്. ഇപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നിച്ചൂട്ടിക്ക് മാത്രം വാങ്ങി. ഏട്ടനൊരു കാറ് വാങ്ങി, ജീപ്പ് വാങ്ങിയത് കണ്ടിട്ടില്ലേ. ഏട്ടന് ഭയങ്കര ക്രേസാണ് ഇങ്ങനത്തെ കുഞ്ഞു വാഹനങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം ഏട്ടൻ ഇങ്ങനെ ക്യൂട്ടായിട്ട് കണ്ടാൽ വാങ്ങിക്കും. പിന്നെ നിച്ചൂട്ടി കുറച്ച് കഴിഞ്ഞിട്ട് അത് അടിച്ചു മാറ്റിയിട്ട് കളിക്കും, അത് വേറെ കാര്യം. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടി കയറിയ പിന്നെ സുന്ദരി ആയിട്ടുണ്ട്, മുടിയെല്ലാം കെട്ടിയിട്ട് സുന്ദരി ആയിട്ടുണ്ട് ഒരാൾ. എന്നാലും സാരില്ല, വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുടിയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഏതായാലും ചൂടും അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ സ്നേക്ക് പാർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇല എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ 2-3 പ്രാവശ്യം പറശ്ശിനി പോയിട്ട് വരുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറൽ. നല്ല അടിപൊളി ഫുഡാട്ടോ, നല്ലൊരു ആംബിയൻസും ആണ്. ഫുഡും അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടുണ്ടായിന്, മീൻസ് ഓരോരാൾ ഓരോന്ന് കഴിച്ചിട്ടുണ്ടായിന്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായത്. പണ്ടെല്ലാം പറശ്ശിനി പോയിട്ട് വരുമ്പോൾ കോഫി ഹൗസിൽ നിന്ന് ഫുഡ് അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പം ഇത് കണ്ടുപിടിച്ച് പിന്നെ ഇവിടെ നിന്ന് തന്നെ കഴിക്കല്. കോഫി ഹൗസിൽ പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ആയിരിക്കും രാവിലെ.
അവിടെ വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാം ഇപ്പം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇപ്പം ഇത് നല്ല കംഫർട്ടായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനും തക്കടും മസാല ദോശയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ മസാല ദോശ കഴിക്കുക എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണെന്നല്ല, അത് ഒരു രസമല്ലേ അത് വേറെ തന്നെ. പക്ഷെ ഇവിടുത്തെ മസാല ദോശ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അതാണ് കഴിച്ചിട്ടുള്ളത്. നിച്ചുട്ടിക്ക് മാത്രം കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അതാണ് പെട്ടെന്ന് നിങ്ങൾ വേറൊരു സ്ഥലം കാണുന്നത്. ഏതായാലും നമ്മളെല്ലാവരും കൂടെ ഇറങ്ങിയതല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. വല്യമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ചായയെല്ലാം കുടിച്ചല്ലേ, ഇനിയിപ്പോൾ വലിയ തിരക്കില്ലല്ലോ. അപ്പോൾ പിള്ളേരെല്ലാം ഉണ്ട്, പിള്ളേരാണ് ജോറ് കളിയിലാണ്. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ആ ചൂട് 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 ചൂട്. ഇത് തക്കടൂൻ്റെ ഒരു കളിയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ട് തുടങ്ങിയതാണ്. ഇത് പണ്ടേ ഉള്ളത് തന്നെയാണ്. മുള്ളു സേഫ്റ്റി പിന്നെ എറിഞ്ഞിട്ട് പിള്ളേർ അങ്ങോട്ട് നോക്കിക്കോ, അപ്പോൾ സേഫ്റ്റി പിന്നെ അറിയും. എന്നിട്ട് കണ്ടുപിടിക്കണം എവിടെയാണെന്നുള്ളതെന്ന് പിള്ളേർ പരിധി കണ്ടുപിടിക്കണം. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വലിയ ആൾക്കാരും പിന്നെ ജോയിൻ ചെയ്തു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. ഏട്ടനും എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പിള്ളേരെ കളി കാണാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാവരും അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അവലുമ്മക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഫാമിലി ആയിട്ട് കാണുമ്പോൾ സന്തോഷം വേറെ തന്നെയല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കണ്ട ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ പറശ്ശിനി പോയിട്ട് തിരിച്ചെത്തിയേ. എല്ലായിടത്തും പോയി. ബന്ധുക്കളെ വീട്ടിലെല്ലാവരും കൂടി പോകുമ്പം ഒരു രസമല്ലേ. അതുകൊണ്ട് ജസ്റ്റ് കയറിയിട്ട് എല്ലായിടത്തും ഇറങ്ങി ഫുഡ് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ ഏകദേശം ഉച്ച ആവാൻ അയച്ചിട്ടുണ്ട്. ഇനി ഫുഡെല്ലാം കഴിക്കണം. ആദ്യം സാരിയെല്ലാം ഒന്ന് മാറ്റിയിട്ട് കുറേ നേരം എടുത്തത് കൊണ്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ടുണ്ട് അരയെല്ലാം. അപ്പോൾ വേഗം ഒന്ന് സാരിയെല്ലാം മാറ്റി ഫ്രഷ് ആവട്ടെ. നിച്ചുട്ടി നല്ല ഉറക്കാണ്. വണ്ടിയിൽ നിന്ന് ഉറങ്ങിന്ന് 6 മണിക്ക് എണീറ്റല്ലേ. അപ്പോൾ വേഗം ഡ്രസ്സെല്ലാം മാറ്റി ഒന്ന് ഫ്രീ ആവട്ടെ. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴേക്ക് ഇതാ നല്ലൊരു മഴ കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്ക് നല്ല സുഖമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു മണ്ണിൻ്റെ മണം ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വന്നതാണ്. നല്ല സുഖമുണ്ടായിന്. ഏട്ടനും തക്കടും പുറത്ത് പോയിട്ടുണ്ടായിന് ഒരു ബന്ധു വീട്ടിൽ. അപ്പോൾ അവർ മിക്കവാറും വഴിയിൽ പെട്ടിട്ടുണ്ടാവുമായിരിക്കും. മഴയത്ത് എവിടെയും കയറി നിൽക്കുന്നുണ്ടാവും. നമുക്കൊരു നല്ല ഇടിയും മഴയും കഴിഞ്ഞേ. അതിന്റെ ബാക്കി പത്രം ഇതാ. എന്നാ നമ്മെ കിഴക്കനും കോടിയാ, കിഴക്കനാ തുലാം അവസാനം അല്ലേ. ഇന്ന് വൃശ്ചികം തുടങ്ങി ഇന്നലെ മിനിയാന്ന്. എന്നാലും കിഴക്കനും കോടിയും കൂട്ടിമുട്ടൽ കേൾക്കാനിട്ട് അമ്മക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്നിട്ട് വലിയ ആളായിട്ട് ഇവിടെ ഫോണും നോക്കിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മള് ചീത്ത പറഞ്ഞുള്ളിൽ കയറ്റിയതാണ്. ഇടിയും മിന്നൽ ഇങ്ങനെ ഫ്ലാഷ് പോലെ അടിക്കുന്നത്. അമ്മക്ക് അതെല്ലാം ആരംഭമാണ്. ലാസ്റ്റ് നമ്മൾ അടിച്ചോടിച്ച് ഉള്ളിൽ കയറ്റി. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കും. ഇടിയും മിന്നൽ വരുമ്പോ പുറത്തിറങ്ങും. എന്റെ അച്ഛൻ പണ്ട് അങ്ങനെയാന്ന്. ഇടിയും മിന്നൽ വരുമ്പോ ഒരു പുറത്തിറങ്ങി ഇരുത്തുണ്ട്. നിച്ചുട്ടിന്റെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ. നിച്ചു ആടുന്ന് വരുമ്പേ ഉറങ്ങി. ഇപ്പൊ 2:30-3 മണിയാകുമ്പോ എണീച്ചേ. അല്ലേ ചുട്ടാ? നോക്കട്ടെ അമ്മ. മാമൻ തിന്നാ ചിന്നാ. നിച്ചുവിന്റെ ഉറക്കം കഴിയുമ്പോക്ക് നല്ല ഇടിയും മഴയും വന്നു. 2-3 ദിവസമായി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു പെയ്യാണ്ട്. അപ്പൊ ഇന്നിതാ പെയ്ത് നല്ല മണ്ണിന്റെ മണവും. പുറത്ത് മഴ പെയ്ത ശേഷം പുറത്തിരിക്കാൻ നല്ല സുഖല്ലേ. അതുകൊണ്ട് ഇപ്പം നല്ലൊരു തണുപ്പോടെ കൂടി ഇരിക്കാൻ നല്ല സുഖമുണ്ട്. നിച്ചുട്ടി എന്താ ചെയ്യുന്നേ? നിച്ചുട്ടി മിനിയാന്ന് പേളിമാണീന്റെ വീഡിയോയില് നിലു ബേബിയും വാവേന്റെയും കൈ ഇങ്ങനെ അതിനെന്താ പറയാ, കൈയിന്റെ ഇങ്ങനെ ഇതെടുത്ത് വെക്കലില്ലേ, അത് കണ്ടിന്. അതാണ് ഓള് ചെയ്യുന്നത്. കൊറേ സാധനം എടുത്ത് ആ കൊപ്പി അതിൽ മുക്കാൻ വേണ്ടിട്ട് കൈ അല്ലിച്ചു. എന്റെ ആരെ കയ്യോ മുക്കുവാ? എല്ലാരും കൈയും മുക്കും. ശരി. നമ്മൾ പറശ്ശിനിയിൽ നിന്ന് വരുമ്പോൾ പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ആടെ നിന്ന് തന്നെ ആക്കിയിട്ട് അങ്ങനെ വെക്കുമല്ലോ, കുറേ പൊരിയും പോപ്കോൺ എല്ലാം. അപ്പോൾ എനക്കും നിച്ചൂട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും ഉണ്ട്. ചായ സമയമാണ്, അതുകൊണ്ടാണ് എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നിച്ചൂട്ടി ചെണ്ട വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ലേ, അതിൽ ഞാനൊന്ന് കൊട്ടി നോക്കിയതാണ് കേട്ടോ. ഈ ഒരു കൊട്ടുണ്ടല്ലോ, പണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആതിര. അപ്പോൾ ഓളെ എനിക്ക് പഠിപ്പിച്ചു തന്നാണ് കേട്ടോ. ഇപ്പോൾ ആതിര കാണുന്നുണ്ടെങ്കിൽ എനിക്കിത് സ്റ്റിൽ ഓർമ്മയുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു കൊട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം കൊട്ടി.
പിന്നെ രാത്രി ആയപ്പോൾ ഉള്ളിൽ കയറിയിട്ട് സ്റ്റാർ സിംഗർ കാണുന്നത് പതിവ് പോലെ. നിച്ചുട്ടിൻ്റെ എക്സ്പ്രഷനിലും കണ്ട സ്റ്റാർ സിംഗർ അവർ പാടുന്ന സമയത്ത് അതുപോലെ ഇങ്ങനെ എക്സ്പ്രഷനിലാക്കും കേട്ടോ. പാടുമ്പം ഇങ്ങനെ കൈകൊണ്ടെല്ലാം അതുപോലെ ആക്കും. എന്നിട്ട് അവർ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അമ്മ അനുശ്രീൻ്റെ ചുണ്ട് ഇങ്ങനെ ഉണ്ടാവുക പാടുമ്പോൾ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും. ഇപ്പം ദിശക്കുട്ടീൻ്റെ പാട്ട് കേട്ടുകൊണ്ട് അതുപോലെ ഇങ്ങനെ നിൽക്കുവാന്ന്. തലേ ദിവസം ഫുൾ മൂൺ, അതിൻ്റെ പ്രത്യേകത ഉണ്ടായിന്. അതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഉണ്ടായത്. അപ്പം ഇന്നും ഏകദേശം ചന്ദ്രനെ കാണാൻ ഫുൾ മൂണായിട്ട് നല്ല ഭംഗി ഉണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം തക്കുടനും ഏട്ടനും പോകേണ്ട സമയം അയച്ചിട്ടുണ്ട്. എന്നെ അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അവർക്ക് രാത്രി 10:20 ബസ്സിനാണ് പോകുന്നത്, സ്ലീപ്പറിന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പൊളിച്ചക്കാട് എത്തിക്കഴിഞ്ഞാൽ രാവിലെ ഓഫീസിൽ പോകാമല്ലോ. അതുകൊണ്ട് അവർ ബാഗും ഒക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. പോകുന്ന സമയത്ത് ഒരു സങ്കടമാണ്. സാധാരണ അച്ഛനും ഏട്ടനും വന്ന് കൊണ്ടാക്കാൻ പോലെ. അപ്പോൾ ഞാനും അമ്മയും നമ്മൾ പോകുമ്പം തക്കുടു ഹഗ്ഗെല്ലാം ചെയ്ത് ഓക്കെ കയ്യെല്ലാം തന്നു പോകുമ്പോൾ അപ്പോൾ കണ്ണിന്ന് വെള്ളം വരും കേട്ടോ. അത് എത്ര പ്രാവശ്യം എല്ലാ മാസവും വന്നിട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. എന്താണെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയി കഴിഞ്ഞാൽ ഞാനും അമ്മയും ഒരു 2 മിനിറ്റിലേക്കൊന്നും മിണ്ടൂല. പോയി മുഖം കഴുകി വന്ന് പിന്നെ ബാക്കി വർത്താനം പറയും. അങ്ങനെയാണ് സ്ഥിരം ഉണ്ടാവുക. ആ ഒരു ചടങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ വന്നോളാം കൂടെ. നിച്ചൂട്ടി എന്തായാലും പോവും ഒപ്പരം. അപ്പം ഞാനും കൂടെ വന്നോളാം എന്ന് പറഞ്ഞു. അച്ഛൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനും ഏട്ടനും നിച്ചൂട്ടിയാണ് കൊണ്ടാക്കാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം വണ്ടിയിൽ തന്നെ ഇരുന്ന് പിന്നെ ഏകദേശം സമയമാകുമ്പോൾ പുറത്തിറങ്ങിയിട്ട് നിന്നു. ബസ്സിൻ്റെ സമയമായി. നിച്ചു വണ്ടി വരുന്നുണ്ടെങ്കിൽ അച്ഛക്ക് പറഞ്ഞു കൊടുക്കണേ. അതെ ചുറ്റും നോക്കുന്നുണ്ടാ. ഒരാൾ സീറ്റ് ബെൽറ്റിൽ ഇട്ടിട്ട് മുമ്പിൽ ഇരുന്നിട്ടുണ്ടേ. രാത്രിയെല്ലാം പുറത്തിറങ്ങാൻ എന്ത് ആവേശാന്നറിയാ. മോള് വലിയ മോളായില്ലേ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. 10:45 11 മണി ആവാനായിട്ടുണ്ട് സമയം. ഗേറ്റെല്ലാം പൂട്ടുന്നുണ്ട്. നിച്ചുട്ടിക്ക് നാളെ അംഗൻവാടി പോകണം. അതുകൊണ്ട് ഇനി നേരെ പോയിട്ട് വേഗം കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.